എല്ലാവർക്കും നമസ്കാരം. ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും ന്യൂസുകൾ നമ്മളുടെയൊക്കെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള പല വീഡിയോകളും ഞാനും ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേരുടെ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുമുണ്ട്. എന്നാൽ അതിനകത്ത് ആരും പറയാതെ മറഞ്ഞു കിടന്ന ഇപ്പം മാത്രം വെളിയിലോട്ട് വന്ന ഒരു രഹസ്യമുണ്ട് കേട്ടോ. ആ രഹസ്യമാണെന്ന് നിങ്ങളുടെ മുൻപിലോട്ട് ഞാൻ അവതരിപ്പിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനകത്തെ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഷൈനയുടെയും കുഞ്ഞുങ്ങളുടെയും മൃതസംസ്കാരം നടന്നതിനെക്കുറിച്ച് വലിയ ചർച്ചകളായിരുന്നു അല്ലേ. അപ്പോൾ രണ്ട് ഇടവകക്കാരും, അതായത് ചുങ്കത്ത് അടക്കണമെന്ന് ഷൈനയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരും കാരിത്താസ് ഇടവകയിൽ അടക്കണമെന്നും ഷൈനയുടെ വീട്ടുകാരും ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ച യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുവാനായിട്ട് പോകുന്നത്. അതിൻ്റെ അകത്തൊരു മാംസ കച്ചവടത്തിൻ്റെ ഒരു കഥയുണ്ട് കേട്ടോ. അത് നിങ്ങൾ കേൾക്കണം. ഈ ഷൈനിയുടെ മരണവും കുഞ്ഞുങ്ങളുടെ മരണവും കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ കാരിത്താസ് ഇടവകയിലെ വികാരി ഷൈനിയുടെ സ്വന്തം വീട്ടുകാരുമായിട്ട് ബന്ധപ്പെടുകയും ആ മെഡിക്കൽ കോളേജിലോട്ട് അദ്ദേഹം കടന്നു ചെല്ലുകയും അവിടെ ചെന്നിട്ട് അവർക്ക് വേണ്ടുന്ന എന്താ പറയുക, അവിടുത്തെ അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന ഹെൽപ്പുകളൊക്കെ അദ്ദേഹം ചെയ്തു കൊടുക്കുകയും അതിനുശേഷം വീട്ടുകാരുമായിട്ടൊക്കെ സംസാരിച്ച് ചുങ്കം ഇടവക വികാരി, അതായത് ഷൈനിയുടെ ഭർത്താവിൻ്റെ ഇടവക വികാരിയുമായിട്ട് സംസാരിച്ച് കാരിത്താസ് ഇടവകയിൽ, അതായത് ഷൈനിയുടെ സ്വന്തം വീടിൻ്റെ ഇടവകയായ കാരിത്താസ് ഇടവകയിൽ തന്നെ ആ സംസ്കാര ശുശ്രൂഷകൾ നടത്തണമെന്നും കൂടെയുള്ള തീരുമാനത്തിലേക്ക് അവർ രണ്ടച്ഛന്മാരും ഷൈനയുടെ വീട്ടുകാരും ഒക്കെ കൂടെ തീരുമാനത്തിലെത്തുകയും ചെയ്തു. അങ്ങനെ അതിൻ പ്രകാരം കാരിത്താസ് ഇടവകയിൽ അടക്കുവാൻ വേണ്ടിയിട്ട് കാരിത്താസ് ഇടവകയിലെ വികാരി നെക്സ്റ്റ് ഡേയിൽ സഭയിൽ അനൗൺസ് ചെയ്യുകയും ചെയ്തു. അത് പ്രകാരം ചുങ്കം ഇടവക വികാരിയും ആ ദിവസം തന്നെ അവിടെ അനൗൺസ് ചെയ്തു. ഷൈനയുടെയും കുഞ്ഞുങ്ങളുടെയും മൃതസംസ്കാരം കാരിത്താസ് ഇടവകയിലാണ് നടത്തുന്നതെന്നുള്ള അനൗൺസ് അവിടെ നടന്നു. ആ അനൗൺസ് നടന്നതിന് ശേഷം ഉച്ച കഴിഞ്ഞ് ഷൈനയുടെ മകനും, ഈ നോബിക്കൊരു അനിയനുണ്ട് കേട്ടോ. നോബി, അതായത് ഷൈനയുടെ ഭർത്താവായ നോബിക്കൊരു അനിയനുണ്ട്. അവൻ്റെ പേര് സിബിൻ എന്നാണ്. അതിലേക്ക് നമ്മൾക്ക് വരാം. അപ്പോൾ സിബിനും ഈ ഷൈനയുടെ മകനും കുറച്ച് ബന്ധുക്കളൊക്കെ കൂടെ എവിടെ ചെന്നു? നമ്മുടെ ഷൈനയുടെ ഭർത്താവിൻ്റെ ഇടവകയായ ചുങ്കം വികാരിയുടെ അടുത്ത് ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുവാനായിട്ട് ഇടയായി തീർന്നു. ഇവിടെ, അതായത് ചുങ്കം ഇടവകയിൽ തന്നെ ഷൈനയുടെ മക്കളുടെയും സംസ്കാരം നടത്തണം എന്ന് പറയുവാനായിട്ട് അവർ തീരുമാനമെടുത്തു. അങ്ങനെ തീരുമാനമെടുത്തപ്പോൾ ചുങ്കം ഇടവക വികാരി നമ്മുടെ കാരിത്താസ് ഇടവക വികാരിയുമായിട്ട് സംസാരിക്കും. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഒരു തീരുമാനത്തിലെത്തിയിട്ട് വീട്ടുകാർ തമ്മിൽ തർക്കം പരിഹരിക്കട്ടെ എന്ന്. കാരണം എങ്ങനെ നോക്കിയാലും ഷൈനയുടെ വീട്ടിൽ, അതായത് ഷൈന ജനിച്ചു വളർന്ന കാരിത്താസ് ഇടവകയിൽ തന്നെ സംസ്കാരം നടത്തുക എന്നുള്ളതാണ് നിയമത്തിൻ്റെ വശം. അതായത് ഷൈനി 9 മാസമായിട്ട് ഷൈനയുടെ വീട്ടിലാണുള്ളത്. ഇനി അത് പോലീസ് സ്റ്റേഷനിൽ പോയാലും കോടതിയിൽ പോയാലും ഷൈനയുടെ വീട്ടിൽ തന്നെ അടക്കണം എന്നുള്ളൊരു ഉത്തരവ് തന്നെ വരത്തുള്ളൂ. അതിലപ്പുറം വരത്തില്ല. കാരണം നിയമം അതാണ്, അങ്ങനെ വരത്തുള്ളൂ. കാരണം ഷൈനി എന്ത് ചെയ്തിട്ടുണ്ട്? കോർട്ടിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 9 മാസമായിട്ട് ഷൈനിയുടെ സ്വന്തം വീട്ടിലാണ്. അതുകൊണ്ട് എങ്ങനെ നോക്കിയാലും അത് ഇവർക്ക് തന്നെ അനുവാദം കൊടുക്കത്തുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആർക്ക്? ഷൈനിയുടെ വീട്ടുകാർക്ക് കാരിത്താസ് ഇടവകയിൽ തന്നെ നടത്താനുള്ള പെർമിഷൻ എന്നതിനകത്ത് യാതൊരു തർക്കവുമില്ല. കാരണം അത് നിയമം അതാണ്. നിയമവശം അറിയാവുന്നവരോട് സംസാരിച്ചാൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇനി അത് നിയമവശം അറിയണമെന്നില്ല, കോമൺ സെൻസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾക്കത് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇങ്ങനെ ഇരിക്കെ ഈ ഷൈനിയുടെ വീട്ടുകാരെന്ത് ചെയ്തു? ഷൈനിയുടെ മകനും ഒരു അനിയനും അതുപോലെയുള്ള കുറച്ച് ആൾക്കാരും കൂടെ ചേർന്ന് അച്ഛൻ്റെ അടുത്ത് ചെന്നതിന് പ്രകാരം അച്ഛൻ എന്ത് ചെയ്തു? ഈ രണ്ടച്ഛന്മാരും കൂടി ചേർന്ന് ഷൈനിയുടെ വീട്ടുകാരെയും കൂടെ വിളിച്ച് അവർ തമ്മിലൊരു ചർച്ച നടത്തുവാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ആ ചർച്ച നടത്തുകയും ഷൈനിയുടെ വീട്ടുകാരെ പ്രതിനിധീകരിച്ച് ഷൈനിയുടെ അനിയത്തിയുടെ ഹസ്ബൻഡായ ജെയ്സൺ എന്ന് പറയുന്ന ഒരുത്തനാണ് വരുവാനായിട്ട് വന്നത്. അങ്ങനെ ഇവർ തമ്മിൽ ചർച്ച നടത്തിയതിന് ശേഷം വിട്ടുകൊടുക്കാൻ യാതൊരു തടസ്സവും ജെയ്സൺ അവിടെ ഉന്നയിച്ചില്ല. കാരണം ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും നിങ്ങൾ എടുത്തോണ്ട് പൊക്കോ എന്ന്, ഇത് എൻ്റെ ഭാഷയിൽ ഞാനങ്ങ് പറയുന്നത് അതാണ് അവിടെ സംഭവിച്ചത്. എടുത്തോണ്ട് പൊക്കോ എന്നും അവർക്കങ്ങ് അനുവാദം കൊടുത്തു എന്ന് മാത്രമല്ല, ഷൈനിയുടെ അനിയത്തിയുടെ ഭർത്താവ് 3 ഡിമാൻഡുകൾ വെച്ചു. അത് ഷൈനിയുടെ വീട്ടുകാരുടെ ഡിമാൻഡുകളായിട്ടാണല്ലോ കണക്ക് കൂട്ടേണ്ടത്. വെച്ചു. അപ്പോൾ ആ വെച്ചതിൻ്റെ 3 ഡിമാൻഡിൽ ഒന്നിതായിരുന്നു, ഷൈനിയുടെ വീട്ടിൽ വന്ന്, ഷൈനി ജനിച്ച ആ വീട്ടിൽ വന്ന് ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും മൃതദേഹങ്ങൾ നോബിയും മകനും വന്ന് എടുത്തുകൊണ്ട് പോകണം. ഒന്ന്. രണ്ടാമത്തെ ഡിമാൻഡ് വെച്ചിരിക്കുന്നത് ഷൈനിയുടെ വീട്ടിൽ, ഷൈനി ജനിച്ചു വളർന്ന വീട്ടിൽ ആ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വയ്ക്കണം. രണ്ടാമത്തെ ഡിമാൻഡ്. മൂന്നാമത്തെ ഡിമാൻഡ് വെച്ചത് അതാണ് കേട്ടോ, നിങ്ങൾ കേൾക്കണം. അവിടെയാണ് ഞാൻ പറഞ്ഞത് മാംസ കച്ചവടം എന്ന് പറഞ്ഞത്. മൂന്നാമത്തത് ഇവർ വെച്ചത് ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും പൊതുദർശനത്തിന് വയ്ക്കുകയും അവരുടെ വീട്ടിൽ വരുന്ന ചെലവുകളും എല്ലാം ആര് വഹിക്കണം? നോബി വഹിക്കണമെന്ന്. നോബി ആരാണ്?
ഷൈനിയുടെ ഭർത്താവ്. എന്ന് വെച്ചാൽ ഈ കേസിൽ ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും മരണത്തിന് കാരണക്കാരനായവൻ വഹിക്കണമെന്ന് ആര് പറഞ്ഞിരിക്കുകയാണ്? ഷൈനിയുടെ വീട്ടുകാർ. ഷൈനിയുടെ വീട്ടുകാരെ പ്രതിനിധീകരിച്ച് ജെയ്സൺ ആണ് വന്നത്, ഷൈനിയുടെ അനിയത്തിയുടെ ഭർത്താവ്. അപ്പോൾ ഈ ജെയ്സൺ ഇങ്ങനൊരു ഡിമാൻഡ് വെക്കുകയും ചെയ്തു. അപ്പോൾ ആ ഡിമാൻഡ് അംഗീകരിച്ചത് കൊണ്ടായിരിക്കുമല്ലോ ഇത് അങ്ങോട്ട് വിട്ടുകൊടുക്കുവാനായിട്ട് ഇടയായത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ജെയ്സൺ പറയാൻ മറന്നില്ല. അതോടെ ഈ വിഷയത്തിലുള്ള ഞങ്ങളുടെ ഇടപാട് തീർന്നു എന്ന് വെച്ചാൽ ഈ ജെയ്സൻ്റെ ആരാണ്? ചേടത്തിയാണല്ലേ, ചേടത്തിയും കുഞ്ഞുങ്ങളുമാണ്. ഇനി ജെയ്സൺ പോട്ടപ്പ, അവൻ ഇവിടുന്ന് വന്നതാ, അവൻ വേറെ വീട്ടിൽ ജനിച്ചു വളർന്നവനാ. അവൻ ഇവിടുത്തെ ഒരു പെണ്ണിനെ കെട്ടിയ ബന്ധം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇവിടുത്തെ രക്തബന്ധമല്ല. പക്ഷേ ഈ അപ്പന്, നമ്മൾക്കറിയാം ഷൈനിയുടെ സ്വന്തം പിതാവിന് എന്താണ്, ഷൈനിയുടെ സ്വന്തം പിതാവിന് സംസാരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പുള്ളിക്ക് നല്ല സംസാരിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടെന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ കണ്ടു. എന്താണ്, ആ റോസമെസ്റ്റിക്കെതിരെ കേസ് കൊടുക്കുവാനും അവിടെ ഇവിടെ മൂടുവാനും ഒക്കെ പുള്ളി ആരാണ്? പുള്ളി മിടുക്കനായിട്ട് തന്നെ നിന്നു. അപ്പോൾ പുള്ളിക്ക് സംസാരിക്കാനും അറിയാം, പ്രവർത്തിക്കാനും അറിയാം. എന്നിട്ട് ഈ മനുഷ്യൻ എന്താ ചെയ്തതെന്ന് അറിയാവോ? ഈ ജെയ്സനെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് മാംസക്കച്ചവടം ഉറപ്പിക്കാൻ. എന്നിട്ട് ഇദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാമായിരുന്നു, എടാ ജെയ്സ, ഇത് എൻ്റെ മകളാണ്, എൻ്റെ ആദ്യത്തെ കൺമണി. ആരാണ്? ഈ തന്തയുടെയും തള്ളയുടെയും ആദ്യത്തെ കുഞ്ഞാണ്. എന്ന് വെച്ചാൽ ഷൈനി എന്ന് പറയുന്നത് മൂത്ത മകളാണ്. എന്ന് വെച്ചാൽ ഇവരെ അപ്പ അമ്മ എന്ന് വിളിച്ച ആദ്യത്തെ കുഞ്ഞ്, ആ കുഞ്ഞിനെയും അതിൻ്റെ പേരക്കുട്ടികളെയും ഇവിടെ തന്നെ അടക്കണം, ഞങ്ങൾക്ക് വേണം. അല്ലെങ്കിൽ പോട്ടപ്പ, അവരുടെ പേരിൽ ഒരു 5 പൈസ ഞങ്ങൾക്ക് വേണ്ടറ, അവരുടെ പേരിൽ ഒരു 5 പൈസ ഞങ്ങൾക്ക് വേണ്ട എന്ന് ഇവർ പറയുമായിരുന്നു. ഒരു ഇത്തിരി സ്നേഹം, ഒരു ഇത്തിരി മനുഷ്യത്വം അവശേഷിച്ചിരുന്നെങ്കിൽ ഇവരത് പറയുമായിരുന്നു. പക്ഷേ ഇവരത് പറഞ്ഞില്ല. അവരിവിടുത്തെ നക്കാപ്പിച്ച് ഇവർക്ക് കിട്ടിയോ എന്ന് അറിഞ്ഞുകൂടാ. കാരണം അവരത്, എനിക്കറിഞ്ഞുകൂടാ. അവരുടെ സ്വഭാവം നമുക്കറിയാലോ, നോബിയുടെയും കുടുംബത്തിൻ്റെ സ്വഭാവം നമുക്കറിയാം. അവരാ നക്കാപ്പിച്ച കൊടുത്തോ എന്ന് അറിഞ്ഞുകൂടാ. ഇനി കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇവരത് നന്നായി മേടിച്ച് പോക്കറ്റിൽ വിട്ടിട്ടുണ്ടാകും. അതിനും യാതൊരു ഉളുപ്പും ആർക്കുമില്ല, ഷൈനിയുടെ വീട്ടുകാർക്കുമില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇനി എൻ്റെ 2-3 വീടുകളിൽ, ആദ്യത്തെ വീടുകളിലൊക്കെ ഞാൻ ഇദ്ദേഹത്തെ ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. ഷൈനിയുടെ കുടുംബക്കാരെ ഞാൻ ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. കാരണം ആ കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തെ കാര്യത്തിൽ, ആ കുഞ്ഞുങ്ങൾ കുളിക്കുന്ന കാര്യത്തിൽ, അതുങ്ങളുടെ TV കാണുന്ന കാര്യത്തിലൊക്കെ ഇദ്ദേഹം കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെയും നമ്മൾ വിചാരിച്ചു ആർക്കും ഒരു ഉണ്ടാകുമല്ലോ, കെട്ടിച്ചു വിട്ട മകളെ കുഞ്ഞുങ്ങളുമായിട്ട് വന്ന് നിൽക്കുമ്പോഴുള്ള ആ ഒരു വയസ്സാം കാലത്തിൻ്റെ ആ ഒരു മുഷ്ക് സ്വഭാവം ഉണ്ടാകുമല്ലോ, അതൊക്കെ എടുത്തതാണെന്ന് കരുതിയാണ് ഞാൻ വീണ്ടും അദ്ദേഹത്തോട് എൻ്റെ മനസാക്ഷിക്ക് ഞാനൊരു കരുണ കാണിച്ചാണ് പിന്നീടുള്ള വീടുകളിൽ ഞാൻ അദ്ദേഹത്തെ അധികം കുറ്റപ്പെടുത്താതെയാണ് ഞാൻ സംസാരിച്ചത്. പക്ഷേ ഈ ഒരു സംഭവം ഞാൻ ഇന്നലെ അറിഞ്ഞതോടെ എനിക്ക് 2 കുടുംബവും ഒരുപോലെ തന്നെയാണിപ്പോൾ. എന്ന് വെച്ചാൽ 2 കുടുംബവും യാതൊരു ദയയും യാതൊരു മനുഷ്യത്വവും അർഹിക്കാത്ത, യാതൊരു ദയയും യാതൊരു മനുഷ്യത്വവും ഇല്ലാത്ത വെറും ക്രൂരരായ 2 കുടുംബമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം എന്താണെന്നറിയാമോ? ഇവർക്ക് പറയാമായിരുന്നല്ലേ, ഇവർക്ക് നല്ല വോയിസ് ഉണ്ടായിരുന്നു. ഇവരെന്നിട്ട് ആ ഷൈനിക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഇവരൊരു വാക്ക് സംസാരിച്ചില്ല. എന്നാൽ ഈ ഷൈനി ഭർത്തൃ വീടിന് ഇതിന് മുൻപേയും പീഡനങ്ങൾക്കൊക്കെ പല പ്രാവശ്യം വിധേയമായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇദ്ദേഹം അവിടെ ചെല്ലും. പ്രശ്നമുണ്ടായി എന്നറിഞ്ഞു കഴിയുമ്പോൾ ഷൈനിയുടെ പിതാവ് അവിടെ ചെല്ലും. പക്ഷേ അത് അവിടെ കൊണ്ട് തീർത്ത് വരത്തേ ഉള്ളൂ. അദ്ദേഹം അപ്പോഴും മകളെ പിടിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരുവാൻ അദ്ദേഹം ശ്രമിച്ചില്ല കേട്ടോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി 2ാമത്തെ കാര്യം, അപ്പോൾ ഷൈനിയുടെ വീട്ടുകാരുടെ മെൻറ്റാലിറ്റി നമ്മൾക്ക് മനസ്സിലായല്ലോ, സഹോദരങ്ങളുടെ ഒക്കെ മെൻറ്റാലിറ്റി നമ്മൾക്ക് മനസ്സിലായല്ലോ. കാരണം 2 ആങ്ങളമാരുണ്ട്. അളിയൻ തീരുമാനമെടുക്കാൻ അളിയനെ ഏൽപ്പിക്കേണ്ട കാര്യമില്ല. കാരണം ഇവർക്ക് പറയാമായിരുന്നു, അത് ഞങ്ങളുടെ പെങ്ങളാ, ഞങ്ങൾ നോക്കിക്കൊള്ളും, അവളുടെ പേരിൽ ഒരു 5 പൈസ, അവൻ്റെ ആ ഒരു കൊലപ്പൈസ ഞങ്ങൾക്ക് വേണ്ട എന്ന് ഇവർ പറയാനുള്ള ആർജവം ഇവർ കാണിക്കുമായിരുന്നു. ഇവരത് പറഞ്ഞില്ല. ഓക്കെ, അതെല്ലാം അവിടെ നിൽക്കട്ടെ. അപ്പോൾ അവരുടെ ചിത്രം നമ്മൾക്ക് മനസ്സിലായി. ഇനി ഷൈനിയുടെ ഭർത്താവിൻ്റെ വീട്ടിലോട്ട് വരാം. അന്ന് ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും ശവസംസ്കാരം അവിടെ നടന്നതിന് ശേഷം നടന്നൊരു കാര്യം എന്താണെന്നറിയാമോ? ഷൈനിയുടെ വീട്ടിൽ വലിയ DJ പാർട്ടി നടന്നു കേട്ടോ. DJ പാർട്ടി എന്നുള്ളത് എൻ്റെ ഒരു ഭാഷയാണ്, അതവിടെ നിൽക്കട്ടെ. എന്താണെന്നറിയാമോ? ഷൈനിയുടെ ഭർത്താവിൻ്റെ അപ്പനും അവിടെയുള്ള ഒരു ഓട്ടോക്കാരൻ്റെ അടുത്ത്, കാരണം മരുമോളെന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ ആയിരിക്കണമല്ലോ എന്ന് വെച്ചാൽ അവിടെയുള്ള ഒരു ഓട്ടോക്കാരൻ്റെ കയ്യിൽ പൈസ കൊടുത്ത് വിട്ടിട്ട് പറഞ്ഞു ഒരു കുപ്പി മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു എന്ന് ഷൈനിയുടെ മകളുടെ ശവസംസ്കാരം നടന്ന അന്ന് വൈകുന്നേരം. എന്നിട്ട് കുപ്പി മേടിച്ചുകൊണ്ട് വന്നപ്പോൾ ഇദ്ദേഹം ഈ ഓട്ടോക്കാരൻ കുപ്പി മേടിച്ചുകൊണ്ട് കൊടുത്തപ്പോൾ ഈ പുള്ളി പറയുകയാണ്, എൻ്റെ മരുമോളെ തെറിയ വിളിച്ചതെന്ന്, ഒരു മോശം തെറിവാക്കോടെയാണ് ആ മരുമകളെ ഉപയോഗിച്ചതെന്നും, എൻ്റെ ഡാഷ് മരുമോളും ആ പിള്ളേരും ചത്തു തൊലഞ്ഞു, അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ കുറച്ചും കൂടി കൂടുതൽ ആഘോഷിക്കാൻ പോകുകയാണ്, അതുകൊണ്ടാണ് ഞാനത്
അതിനെ DJ പാർട്ടി എന്ന് വിശേഷിപ്പിച്ചത്. ഓക്കെ, ഞങ്ങൾ കുറച്ചും കൂടി ആഘോഷിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അപ്പനും മക്കളും ഒക്കെ കൂടി അവിടെ ഇരുന്ന് നല്ലതുപോലെ ഒരു ആഘോഷം അവിടെ നടത്തി. എന്നിട്ട് ഈ അത് ഓട്ടോക്കാരൻ്റെ വീട്ടിലും ചെന്ന് പറഞ്ഞ്, അപ്പോൾ അവിടെയുള്ള കുറച്ച് ഓട്ടോക്കാരൻ്റെ മക്കളും കുറച്ച് നാട്ടുകാരൊക്കെ കൂടെ വന്ന് ഇവരെ ആ പുറത്ത് നിന്ന് നല്ല പൂര തെറിയും അന്ന് രാത്രിയിൽ അവിടെ നടക്കുവാൻ ഇടയായി എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർക്കണം. അപ്പോൾ 2 വീട്ടുകാരുടെ മാനസികാവസ്ഥ നമ്മൾക്കറിയാമല്ലോ. എന്ന് വെച്ചാൽ ആ 2 മാലാഖ കുഞ്ഞുങ്ങൾ, ഷൈനി പോട്ടേപ്പ, ഈ 2 മാലാഖ കുഞ്ഞുങ്ങളെ 2 വീട്ടുകാർക്കും വേണ്ട. അവരുടെ മരണത്തിൽ ഈ 2 വീട്ടുകാർക്കും യാതൊരു വേദനയുമില്ല, യാതൊരു വിഷമവുമില്ല എന്ന് നമ്മൾക്ക് ഈ 2 സംഭവങ്ങളിലൂടെ മനസ്സിലാവുകയാണ്. പിന്നെ ആ ബന്ധു പറഞ്ഞിരിക്കുന്നത്, അതായത് ഷൈനിയുടെ ഭർത്താവിൻ്റെ ബന്ധു വേറൊരു കാര്യം കൂടെ പറഞ്ഞു കേട്ടോ. അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, ഈ ഷൈനിനെയും കുഞ്ഞുങ്ങളെയും ആ ഷൈനിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് കണ്ടുകൂടുന്നു. അവരോടൊരു ശത്രുവിനെ പോലെയാണ് അവർ പെരുമാറിക്കൊണ്ടിരുന്നതെന്ന്. എന്ന് വെച്ചാൽ ആ സ്ത്രീ അവിടെ വെറും ഒരു വേലക്കാരിക്ക് തുല്യമായിട്ടായിരുന്നു ഇരുന്നത്. അതിനുശേഷമുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കേട്ടല്ലോ. ഷൈനിയും ഒക്കെ അവിടെ നിന്നും സ്വന്തം വീട്ടിലോട്ട് പോയപ്പോൾ അവളെ ഇനി തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. കാരണം ആരൊക്കെയോ ശ്രമിച്ചിരുന്നു. അത് രണ്ടും കൂടെ വീണ്ടും ഒന്ന് യോജിപ്പിക്കാൻ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ സാന്നിധ്യത്തിലൊക്കെ ശ്രമിച്ചിരുന്നു. അപ്പോൾ ഷൈനിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ പക്ഷം ഞങ്ങൾ ബംഗാളികളെ വെച്ചിട്ടുണ്ട്. ഇനി അവളെ നമ്മൾക്ക് ആവശ്യമില്ലെന്ന്. എന്ന് വെച്ചാൽ അവർക്ക് ഷൈനി ഒരു മരുമകളുമല്ല, അവരുടെ കൊച്ചുമക്കളുമല്ല. ഷൈനി വെറും ഒരു ബംഗാളിക്ക് തുല്യമായൊരു വേലക്കാരത്തിയായിരുന്നു എന്നാണ് അവിടെ അവർ വിളിച്ചു പറഞ്ഞത്. അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് എനിക്ക് ഞാൻ ചൂണ്ടുന്ന ഒരു വിഷയമുണ്ട്. എന്താണെന്നറിയാമോ? ഈ ഷൈനിയുടെ ഹസ്ബൻഡിന് ഒരു അനിയനുണ്ട്, ഒരു സിബിൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. അപ്പോൾ നമ്മൾക്കറിയാം, ഈ ഷൈനിക്ക് 43 വയസ്സെന്നാണ് മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾക്ക് അറിയുവാനായിട്ട് കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ ഷൈനിയുടെ ഹസ്ബൻഡിന് ഒരു 45 നമുക്കങ്ങ് കൂട്ടാം. അദ്ദേഹത്തിന് ആ പുള്ളിയുടെ മുഖത്ത് 45 എന്നൊരു 50-55 വയസ്സ് മുഖത്ത് പറയും. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് പുള്ളിക്ക് ഒരു 45 അങ്ങ് കൊടുക്കാം, പോട്ടെ, 45 കൂട്ടാം. അങ്ങനെയാണെങ്കിൽ ഈ ഷൈനിയുടെ പാതിരി ആരാണ്? പാതിരി ചേട്ടനാണ്. അപ്പോൾ ഈ ഷൈനിയുടെ അനിയൻ സിബിന് എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ ഒരു 40 വയസ്സ്, ഇനി അല്ലെങ്കിൽ ഒരു 35 വയസ്സിന് മേലെ എന്തായാലും ഉണ്ടാകും. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ സിബിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലേ? സിബിനൊന്നും വെളിച്ചത്തോട്ട് ഇതുവരെയും വന്നിട്ടില്ല. സിബിനെക്കുറിച്ച് ആരും എവിടെയും ചർച്ച ചെയ്തും കണ്ടിട്ടില്ല. അപ്പോൾ ഈ സിബിൻ കല്യാണം കഴിഞ്ഞിട്ടില്ലേ? കല്യാണം കഴിഞ്ഞുവെങ്കിൽ സിബിൻ ഇളയ മകനല്ലേ? അപ്പോൾ സിബിൻ അല്ലേ ആ വീട്ടിൽ നിൽക്കേണ്ടത്? ഷൈനിക്കും ഭർത്താവിനും വേറെ വീട് വെച്ച് മാറി താമസിക്കാമായിരുന്നല്ലോ. അപ്പോൾ അവിടെ എന്തോ സംതിങ് ഉണ്ട്. എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഈ സിബിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി കല്യാണം കഴിഞ്ഞുവെങ്കിൽ സിബിന് സ്വന്തം വീട്ടുകാരെ അറിയാവുന്നതുകൊണ്ട് സിബിൻ അവിടുന്ന് തടി തപ്പി എന്ന് പറയുന്നതായിരിക്കും ബെസ്റ്റ്. അപ്പോൾ ആര് ബലിയാടായി? ഷൈനിയും കുഞ്ഞുങ്ങളും അവിടെ കറവ പശുക്കളെ പോലെ നിന്ന് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു എന്നുള്ള കാര്യം കൂടെ നമ്മൾ മറക്കരുത് കേട്ടോ. ഇല്ല എങ്കിൽ ഇളയ മകനായ സിബിനല്ലേ അവിടെ നിൽക്കേണ്ടത്. അതല്ല എങ്കിൽ സിബിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എങ്കിൽ ആ വീട്ടിൽ സിബിനുമുണ്ട്. എന്ന് വെച്ചാൽ ഷൈനിയെ സ്വന്തം ഭർത്താവായ ഈ സിബിൻ്റെ ചേട്ടനായ നോബി ഉപദ്രവിക്കുകയും ആ വീട്ടിൽ ഷൈനി അനുഭവിച്ച പീഡകൾക്കും ഒരു ഉത്തരവാദി അല്ലെങ്കിൽ കണ്ണുകൊണ്ടുള്ള ഒരു ദൃക്സാക്ഷിയും കൂടിയാണ് ആര്? ഈ സിബിൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ സിബിൻ ചിത്രത്തിലോട്ട് വരുന്നേയില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നോബിക്കെതിരെയും നോബിയുടെ അമ്മയായ ഷൈനിയുടെ അമ്മായിമ്മയായ അവർക്കുമെതിരെ മാത്രമാണ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നതും. അതിൽ ഷൈനിയുടെ ഹസ്ബൻഡിനെ മാത്രമേ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഷൈനിയുടെ അമ്മേനെ ഇനിയും അവർ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഈ 2 പേരെ പ്രതി ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവരെവിടെ? ഷൈനിയുടെ അമ്മായിപ്പനെവിടെ? അമ്മായിപ്പനാണല്ലോ ആ -- മോളും എൻ്റെ -- മരുമോളും കുഞ്ഞുങ്ങളും മരിച്ചതിൻ്റെ ആഘോഷം എന്ന് ഞാൻ നടത്തുകയാണെന്ന് പറഞ്ഞു പോയത്. അപ്പോൾ ആ പുള്ളി തീരെ നല്ല പുള്ളിയാകാൻ ചാൻസ് ഇല്ലല്ലോ. നമ്മൾക്കറിയാം, ഒരു ലിസ് ചേച്ചിയുടെ ഇൻ്റർവ്യൂവിൽ നമ്മൾ കേട്ടു ആ പുള്ളിയും ജഗജില്ലിയായിരുന്നു എന്ന് കേട്ടു. അപ്പോൾ അദ്ദേഹത്തെ എന്തുകൊണ്ട് ഒഴിവാക്കി? അദ്ദേഹത്തിന് രോഗത്തിൻ്റെ ആനുകൂല്യം കൊടുത്തോ? രോഗത്തിൻ്റെ ആനുകൂല്യം കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ കുപ്പി വിളിച്ചോതുന്നത്. എന്ന് വെച്ചാൽ കുപ്പി മേടിച്ചിട്ട് അദ്ദേഹം ആഘോഷിക്കുവാൻ പോയപ്പോൾ അദ്ദേഹത്തിന് രോഗത്തിൻ്റെ ആനുകൂല്യം ലഭിക്കേണ്ട കാര്യമില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അദ്ദേഹത്തെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി ആരെയും നമ്മുടെ അനിയനെയും ഉൾപ്പെടുത്തിയിട്ടില്ല, ചേട്ടനും പാതിരീനെയും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി അടുത്തത് അതേ ബന്ധു, അതായത് ഷൈനിയുടെ ഭർത്താവിൻ്റെ ബന്ധു പറയുന്ന ഒരു കാര്യമാണ്, ഈ ഷൈനിയുടെ ഭർത്താവിൻ്റെ ചേട്ടനായ പാതിരിക്ക് ഭയങ്കര മുൻകോപമാണെന്ന്. അദ്ദേഹത്തിന് ഭയങ്കര മുൻകോപമാണ്, ഭയങ്കര ദേഷ്യക്കാരനാണ്. അദ്ദേഹത്തിന് ചെയ്യാമായിരുന്നു, അദ്ദേഹമാണ് ഈ വിഷയം വഷളാക്കിയതെന്ന് അദ്ദേഹത്തിൻ്റെ ബന്ധുവും ആയ ഒരു പുള്ളി പറയുന്നത് കേൾക്കുവാനായിട്ട് ഇടയായി. അപ്പോൾ അതിൻ്റെ അർത്ഥം പാതിരി ഇതിനകത്ത് നല്ല റോള് കളിച്ചു എന്നാണ്. ഇപ്പോൾ പാതിരി പതുക്കെ ഇങ്ങനെ മുങ്ങി നടക്കുകയാണ്. പക്ഷേ ഈ പാതിരീനെ എന്താണ് ക്വസ്റ്റ്യൻ ചെയ്യണം. അപ്പോൾ ഇന്നലത്തെ എൻ്റെ വീഡിയോയ്ക്കകത്ത് ഒരു വൈദികൻ വന്നിട്ട് അതിനകത്തൊരു കമൻറ്റ് ഇട്ടു. അപ്പോൾ ആ വൈദികൻ പറഞ്ഞത്, ഷൈനിയുടെ ഭർത്താവിൻ്റെ സഹോദരനായ വൈദികനെതിരെ ആകെ ഒരു പരാതിയല്ലേ പറഞ്ഞിട്ടുള്ളൂ. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഒരു പരാതിയല്ല, അതിനകത്ത് ഞാൻ പറഞ്ഞത് ജീവിച്ചിരിക്കുന്ന ഒരു തെളിവ് ഞാൻ എടുത്ത് കാണിച്ചതേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹത്തെക്കുറിച്ച് ഒരു പരാതിയല്ല, പല പരാതികൾ പലത് ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ
അദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിച്ചിട്ടില്ല. കാരണം ആരോപണ വിധേയരായ വ്യക്തികളെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിക്കാം. പിന്നെ കുറ്റം ചാർത്തിയവരെ കുറ്റവാളികളാക്കണോ വേണ്ടയോ എന്നുള്ളത് പോലീസിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ആരോപണ വിധേയരായിരിക്കുന്നവരെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിക്കുക എന്നുള്ളത് പോലീസിൻ്റെ ഡ്യൂട്ടിയാണ്. പക്ഷേ അദ്ദേഹം ഇവിടെ ഇല്ല എന്നുള്ളതാണല്ലോ അവർ പറയുന്നത്. പക്ഷേ അദ്ദേഹം ഇവിടെ തട്ടിൻ പുറത്ത് ഒളിച്ചിരിക്കുകയാണെന്നുള്ള ന്യൂസുകളും പുറത്തോട്ട് നല്ലപോലെ അതിൻ്റെയുള്ള രഹസ്യ റിപ്പോർട്ടുകളൊക്കെ ഓരോരുത്തരും പറയുകയും തരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതെല്ലാം അവിടെ നിൽക്കട്ടെ. അപ്പോൾ പോലീസിൻ്റെ കൺമുമ്പിൽ അദ്ദേഹത്തെ കിട്ടാത്തത് കൊണ്ടായിരിക്കും അദ്ദേഹത്തെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാത്തത്. എനിവേ, എന്തായാലും ഈ ഷൈനിയുടെ എന്താ പറയുക, തൊടുപുഴയിലുള്ള പോലീസുകാർ ഈ ഷൈനീനെ എത്രയും ഉപദ്രവിച്ചതിൻ്റെയും ഒക്കെ കേസ് അവിടെ ഫയൽ ചെയ്തിട്ടും അവർ ആ വിഷയത്തിൽ ഒരു തീരുമാനവും എടുത്തില്ല എന്നും അവ എന്ത് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്തായാലും ആ കേസ് ഇപ്പോൾ ഏറ്റുമാനൂർ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ആ കേസും ഉൾപ്പെടെ ഏറ്റുമാനൂർ പോലീസിന് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ അവരെന്തെങ്കിലും അതിനകത്ത് ചെയ്യുമെന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. കാരണം നോബിയുടെ ജാമ്യ ഹർജിയെ ഈ പോലീസ് ശക്തമായി എതിർത്തിരുന്നു. അതിൻ്റെ പേരിൽ നോബിക്ക് ജാമ്യം ലഭിച്ചിട്ടുമില്ല എന്നുള്ള കാര്യം നമ്മൾക്ക് സന്തോഷം തരുന്നത് തന്നെയാണ്. അതുകൊണ്ട് ഏറ്റുമാനൂർ പോലീസ് അതിനകത്ത് കുറച്ചും കൂടെ നന്നായിട്ട് ഇൻവോൾവ് ആകുന്നുണ്ട്. അവർക്ക് മറ്റ് സമ്മർദ്ദങ്ങളില്ല എങ്കിൽ അവരത് നന്നായിട്ട് കൈകാര്യം ചെയ്യുമെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇനി ഇവിടെ എല്ലാം നമ്മൾക്ക് മനസ്സിലാക്കേണ്ട കാര്യമുണ്ടല്ലോ. അപ്പോൾ ഈ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ഒരു വൈദികൻ വന്നിട്ട് പറഞ്ഞു, ഈ വൈദികൻ എന്താണ് അവർ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചാൽ അദ്ദേഹം കുറച്ച് ആത്മരോഷം കൊള്ളുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. അതായത് നല്ല പൂർണ്ണ ഒരു മാന്യമായി തന്നെയാണ് അദ്ദേഹം കമൻ്റ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ തെറ്റു പറയാൻ പറ്റത്തില്ല. എന്നാൽ അദ്ദേഹത്തിന് അവിടെ തന്നെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എന്നാലും അദ്ദേഹം എടുത്തു കാണിച്ച 1-2 കാര്യങ്ങളുണ്ട്. ഈ വൈദികൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നെന്ന്. അപ്പോൾ ഞാൻ പറയട്ടെ, ഈ വൈദികരെന്ന് പറഞ്ഞാൽ ആരാണ്? കുഞ്ഞാടുകളുടെ വിഷയങ്ങൾ പരിഹരിക്കേണ്ടവരാണ് അല്ലേ? കുഞ്ഞാടുകളുടെ വിഷയം പരിഹരിക്കേണ്ടവരാണ്. അങ്ങനെയുള്ള ഈ വൈദികനും സ്വന്തം കുടുംബത്തിലെ വിഷയം പരിഹരിക്കുവാൻ ഇദ്ദേഹത്തിന് കഴിയുമായിരുന്നു. അതുകൂടാതെ ഇദ്ദേഹം ഒരു സോഷ്യൽ വർക്കറാണ്. അതുകൂടാതെ ഈ വൈദികൻ ആരാണ്? ഒരു അഡ്വക്കേറ്റും കൂടിയാണ്. അപ്പോൾ ഇത്രയും ഉള്ള ഒരു വ്യക്തിക്ക് ആ കുടുംബത്തിന്, സ്വന്തം അനിയൻ്റെ കുടുംബജീവിതത്തിൽ ആ ഒരു പാവം സ്ത്രീയും കുഞ്ഞുങ്ങളും അനുഭവിക്കുന്ന ദുരിതം കണ്ടിട്ട് അദ്ദേഹം അതിനകത്ത് ഇടപെട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം അത് സോൾവ് ചെയ്യാൻ ശ്രമിച്ചില്ല എങ്കിൽ അദ്ദേഹം അതിനകത്ത് കുറ്റക്കാരനല്ലേ? ആണ്. അദ്ദേഹത്തെയും ഇതിനകത്ത് ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിപ്പിക്കേണ്ടതാണ്. ഇനി അടുത്തത് എനിക്ക് പറയാനുള്ളത്, മകനെ സിബിനെ, കുഞ്ഞാടെ, നീ എവിടെയാണ്? നിന്നെക്കുറിച്ച് അറിയുവാൻ ഞങ്ങൾക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് കേട്ടോ. നീ എന്തുകൊണ്ട് ആ വീട്ടിൽ നിൽക്കുന്നില്ല? അല്ലെങ്കിൽ നീ കല്യാണം കഴിച്ചുവെങ്കിൽ എന്തുകൊണ്ട് ആ കുടുംബത്തിൽ നീ നിൽക്കുന്നില്ല? നീ പുറത്താണോ അകത്താണോ? ഈ വിഷയങ്ങളിൽ നിനക്ക് വല്ലോ അറിവുണ്ടോ? ഇതൊക്കെ അറിയുവാൻ ഞങ്ങൾക്ക് വലിയായ ആഗ്രഹമുണ്ട് കുഞ്ഞാടെ. അതുകൊണ്ട് നീ ഒന്ന് വെളിയിൽ വന്ന് എന്തെങ്കിലും 1-2 വാക്ക് മൊഴിയണമെന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. എനിവേ, ഇതിൻ്റെ എല്ലാം കാര്യത്തിനകത്ത് വേറൊരു അച്ഛൻ വന്നിട്ടൊരു കമൻ്റ് ഇടുവാനായിട്ട് ഇടയായിത്തീർന്നു. അദ്ദേഹം പറഞ്ഞത്, ഇത് നമ്മൾക്ക് വലിയ ചർച്ച ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. കാരണം അവർക്ക് നീതി ലഭിക്കാനെന്ന് പോകുന്നത് ഇത് എവിടം വരെ എത്തുമെന്ന് നമ്മൾക്കറിയാവുന്ന കാര്യമുണ്ടെന്ന്. സത്യമാണ്, ഇത് എവിടം വരെ എത്തുമെന്ന് നമ്മൾക്കറിയാം. ഇതിനകത്ത് വലിയ കാര്യമായിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒന്ന്, ആത്മഹത്യാ പ്രേരണാ കുറ്റം മാത്രമേ നോബിയുടെ പേരിലുള്ളൂ. രണ്ടാമത് ഒരു എന്താ പറയുക, ഗാർഹിക പീഡന കേസ്. അതൊക്കെ എവിടം വരെ എത്തുമെന്നുള്ളതൊക്കെ നമ്മൾക്കറിയാവുന്ന കാര്യമേ ഉള്ളൂ. അതുകൊണ്ട് ഷൈനിക്കും കുഞ്ഞുങ്ങൾക്കും ഈ ലോകത്തിൽ ഒരു കോടതികളിൽ നിന്നും നീതി ലഭിക്കുവാൻ പോകുന്നില്ല. കാരണം തെളിവുകളുടെ അഭാവത്തിൽ നീതി ലഭിക്കുവാൻ പോകുന്നില്ല. അതുകൊണ്ട് അവർക്ക് ദൈവത്തിൻ്റെ കോടതിയിൽ അവർക്ക് നീതി ലഭിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. അത് ദൈവം സംസാരിച്ചതുമാണല്ലോ. ആ കുഞ്ഞുങ്ങളുടെ രക്തത്തിന് ദൈവം പകരം ചോദിക്കുമെന്ന് ദൈവം സംസാരിച്ചതാണ്. അതുകൊണ്ട് അതവർക്ക് കൊടുക്കും. ഇനി രണ്ടാമത് വേറൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ. ഇവർ ഈ കുടുംബ കോടതിയിൽ കേസ് നടക്കുമ്പോൾ കുടുംബശ്രീയുടെ ലോൺ എടുത്തത് ഇവരുടെ വീട്ടിലോട്ട് തന്നെയാണ്, ഷൈനിയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് തന്നെയാണെന്ന് ആ കുടുംബശ്രീയിലുള്ളവരും സമ്മതിച്ചല്ലോ. അപ്പോൾ അതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇവർ ഈ കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഷൈനി നിരന്തരമായിട്ട്, ഷൈനിയുടെ പൈസ ഇല്ലാത്തത് കൊണ്ട് ഷൈനി ഭർത്താവിനെ വിളിച്ച് കുടുംബശ്രീയുടെ പൈസ ഒന്ന് അടയ്ക്കെന്ന് ഷൈനി അദ്ദേഹത്തിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഈ പുള്ളി വെച്ച ഒരു ഡിമാൻഡാണ് കേട്ടോ. ഷൈനിയുടെ പേരിലാണ് ഈ ഭർത്താവിൻ്റെ വീട്ടിലുള്ള 2 വണ്ടി ഉള്ളത്. ആ വണ്ടി ഇങ്ങോട്ട് എഴുതി തന്നു കഴിഞ്ഞാൽ ഞങ്ങളിത് അടച്ചോളാമെന്ന്. ഏത് അവൻ്റെ അപ്പൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത പൈസ അടക്കണമെങ്കിൽ അവൻ വലിയ ഡിമാൻഡ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഷൈനിക്ക് അവരെ നന്നായിട്ട് അറിയാലോ. മറ്റുള്ളവർക്ക് അറിയുന്നതിനെക്കുറിച്ചും കൂടുതൽ ഷൈനിക്കല്ലേ അറിയാവുന്നത്. ഷൈനിക്കറിയാം, ഷൈനി അത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇവരൊരു 5 പൈസ പോലും ഇവിടെ അടയ്ക്കത്തില്ല എന്ന് ഷൈനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടായിരിക്കും. ഷൈനിയുടെ തീരുമാനമല്ലത്. കാരണം ഷൈനിക്ക് അത്ര വലിയ തീരുമാനം എടുക്കാനുള്ളൊരു ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷൈനിക്ക് അഡ്വക്കേറ്റിൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കണം ഷൈനി ആ വാഹനം എഴുതി കൊടുക്കത്തില്ല, ആ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നോബിയുടെ പേരിലേക്ക് ആക്കത്തില്ല എന്നും തീരുമാനമെടുത്തത്. എനിവേ, എന്തായാലും ആ കുടുംബശ്രീയുടെ ലോണെങ്കിലും ഇവർ അടയ്ക്കണം. ഇനിയിപ്പോൾ എന്തായാലും അത് അവരിനി അടച്ചേ പറ്റത്തുള്ളല്ലോ. ആ പാവങ്ങളെ വലിയ അടാക്കേണ്ട കാര്യമില്ല.
എനിവേ നമ്മൾക്ക് പ്രതീക്ഷിക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. നമ്മൾക്കിനി മുൻകൂട്ടി ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾക്ക് ഇത് എന്താ പറയുക, ഇത് വന്നു കഴിയുമ്പോൾ നമ്മൾക്കറിയാം ഇനി ആകെ ഫോണിൻ്റെ ആ ഒരു ഇതാണ് വരാനുള്ളത്, കൺഫർമേഷൻ വരാനുള്ളത്. അതിനകത്ത് എന്താ കാര്യമുള്ളതെന്നൊക്കെ നമ്മൾക്ക് അറിയാവുന്നതേ ഉള്ളൂ. പിന്നെ അതിനകത്ത് ഒരൊറ്റ കൺഫർമേഷൻ എനിക്ക് കിട്ടുന്നതായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഒന്ന്, ഷൈനി അങ്ങോട്ട് വിളിച്ചതാണോ അതേ നോബി ഇങ്ങോട്ട് വിളിച്ചതാണോ എന്ന് ഒരു ഇത് കിട്ടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഷൈനി അങ്ങോട്ട് വിളിച്ചതാണെങ്കിൽ തലേദിവസം ഷൈനിയുടെ വീട്ടിൽ എന്തോ സംതിങ് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. കാരണം ഷൈനിയുടെ അപ്പം കൊണ്ടുവന്ന് 28,000 രൂപയും സ്കൂളിൽ പോയി അടച്ചല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ എന്തോ കശവിഷയമൊക്കെ അവിടെ നടന്നിട്ടുണ്ടെന്നൊക്കെ ഒരു ഭാഗത്ത് പറയുന്നു. അപ്പോൾ ആ തലേദിവസം നടന്ന കശവിഷയമൊക്കെ നടന്നിട്ടുണ്ട് എന്ന് നമ്മൾക്ക് ഉറപ്പിക്കുവാൻ കഴിയുന്ന കാര്യമാണ്. ഷൈനി അങ്ങോട്ടാണ് വിളിച്ചതെന്ന്. എന്തായാലും റിപ്പോർട്ടുകൾ വരട്ടെ, അതിനുശേഷം നമ്മൾക്ക് ആ വിഷയം സംസാരിക്കാം. എനിവേ ഷൈനിക്കും കുഞ്ഞുങ്ങൾക്ക് ഒരിക്കൽ കൂടെ എന്താ പറയുക, ആദരാഞ്ജലി അർപ്പിക്കുന്നു. ആ കുഞ്ഞുങ്ങൾക്ക് നീതി ലഭിക്കട്ടെ, ആ കുഞ്ഞു മക്കൾക്ക് നീതി ലഭിക്കട്ടെ. ഇനി ഒരിക്കൽ കൂടെ ഞാൻ പറയുകയാണ്, ഷൈനിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരോടും ഷൈനിയുടെ വീട്ടുകാരോടും പറയുകയാണ്, ആരെയും നോക്കട്ടെ, ഷൈനിനെ നോക്കട്ടെ, പക്ഷേ ആ കുഞ്ഞുമാലാഖ കുഞ്ഞുങ്ങളുടെ രക്തം എന്നും നിങ്ങളുടെ മുൻപിൽ നിങ്ങളുടെ സമാധാനത്തെ കെടുത്തി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്ന് നിങ്ങൾ 2 കാലിൽ എഴുന്നേറ്റ് നടക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഒന്നും ഞങ്ങളെ ഏക്കത്തില്ല എന്ന്. പക്ഷേ ഈ 2 കാലിൽ നിന്ന് ഷൈനിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് വലിയ സ്വാധീനമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എല്ലാ സ്വാധീനങ്ങളും എവിടം വരെ ഉണ്ടാകും? 2 കാലിൽ എഴുന്നേറ്റ് നടക്കുന്നിടം വരെ ഈ സ്വാധീനങ്ങളൊക്കെ ഉണ്ടാകുള്ളൂ കേട്ടോ. അത് വീണ് കഴിയുമ്പം ഒരുത്തനും തിരിഞ്ഞു നോക്കാൻ ഉണ്ടാകത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞു. ആ ഒരു സിറ്റുവേഷനിലായിരിക്കും ഈ കുഞ്ഞുങ്ങളുടെ രക്തം നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ നിൽക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. അവർക്ക് നീതി ലഭിക്കട്ടെ. ഓർക്കുക, നമ്മൾ ഇതിൽ നിന്നൊക്കെ നമ്മൾക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ്? 2 കുടുംബക്കാരും ആ കുഞ്ഞുങ്ങളെയും ആ അമ്മേനെയും കൈവിട്ടു എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ഇവിടെയാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മൾക്ക് ആരെയുള്ളൂ? ദൈവത്തെ മാത്രമേ ഈ ലോകത്തിൽ നമ്മൾക്ക് കണ്ണുമടച്ച് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. വേറെ ആരെയും നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ മാത്രം ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ യഹോവയിൽ മാത്രമേ നമ്മൾക്ക് വിശ്വസിച്ച് ആശ്രയിക്കുവാൻ പറ്റത്തുള്ളൂ. അവിടെ ആശ്രയിച്ചാൽ മാത്രമേ നമ്മൾക്ക് എന്തുള്ളൂ? രക്ഷ കിട്ടത്തുള്ളൂ, നമ്മളെ സഹായിക്കത്തുള്ളൂ. ഒരു മനുഷ്യനും നമ്മളെ സഹായിക്കാൻ ഉണ്ടാകത്തില്ല എന്നാണ് ഈ സംഭവങ്ങളൊക്കെ വിളിച്ച് അറിയിക്കുന്നത്. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.